നമസ്കാരം. മൈൻഡ് ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റിവിറ്റി ഉണ്ടാവുന്നതിന്, അതുപോലെ തന്നെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിനൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല സുഗന്ധമുണ്ടെങ്കിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുമെന്നാണ്. കാരണം സുഗന്ധമുള്ളിടത്ത് മാത്രമേ മഹാലക്ഷ്മി വസിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും ദുർഗന്ധമൊന്നുമില്ലാതെ സുഗന്ധമായി ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ചന്ദനക്കട്ടിയാണ്. അതായത് നമ്മളെല്ലാം തന്നെ ഇപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ചന്ദനം അരച്ച് നെറ്റിയിൽ തൊടാനൊക്കെ തന്നെ സമയമില്ലാത്തവരുമാണ്. എന്നിരുന്നാലും ചന്ദനം അരച്ച് നമ്മുടെ നെറ്റിയിൽ തൊടുന്നതിന്റെ ഒരു ഗുണം വേറെ തന്നെയാണ്. നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ചന്ദനപ്പൊടികളൊന്നും തന്നെ ഒറിജിനൽ അല്ല. എന്താണ് ഈ ചന്ദനത്തിന്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ, ശുക്രനെ വശീകരിക്കാൻ ഏറ്റവും നല്ലത് ചന്ദനം അരച്ച് നെറ്റിയിൽ തൊടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നവഗ്രഹങ്ങളിൽ നമുക്ക് എപ്പോഴും നല്ലത് മാത്രം നൽകുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഗുരുഗ്രഹമാണ്, അതായത് വ്യാഴഗ്രഹം. ആ ഗുരുവിന്റെ ഒരു പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതിന്, ഗുരുഗ്രഹത്തിന്റെ പൂർണ്ണമായ ഒരു അനുഗ്രഹം ലഭിക്കുന്നതിന് നിത്യവും നമ്മൾ നെറ്റിയിൽ ചന്ദനക്കുറി തൊടുന്നത്, ഗുരുവിന്റെ ഒരു പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതും ഈ ചന്ദനക്കുറി നമ്മൾ നെറ്റിയിൽ തൊടുന്നത് വഴി ലഭിക്കും. അടുത്തതായിട്ട് ഞാൻ ആദ്യം കാണിക്കുന്നത് പച്ചക്കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരം ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം. നമുക്ക് അങ്ങാടിക്കടകളിലൊക്കെ തന്നെ പച്ചക്കർപ്പൂരം വാങ്ങാൻ കിട്ടും. പച്ചക്കർപ്പൂരം നമ്മുടെ പൂജാമുറിയിൽ എവിടെയെല്ലാം വെക്കാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ പൂജാമുറിയിൽ സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട്, അപ്പോൾ പൂജാമുറിയുടെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ സ്ലാബിന്റെ ഒരു സൈഡിലായിട്ടോ ഒരു പീസ് പച്ചക്കർപ്പൂരം വെക്കാവുന്നതാണ്. പച്ചക്കർപ്പൂരം എന്തിനാണ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരുപാട് ഗുണങ്ങളാണ് പച്ചക്കർപ്പൂരത്തിന്. ഔഷധ ഗുണങ്ങളോടൊപ്പം തന്നെ മണി അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുമുണ്ട്. മഹാലക്ഷ്മിക്ക് സുഗന്ധദ്രവ്യങ്ങളൊക്കെ തന്നെ വളരെ പ്രിയമാണെന്നാണ്. അതിൽ പച്ചക്കർപ്പൂരം ഏറ്റവും അധികം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ഒന്നാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പച്ചക്കർപ്പൂരം നമുക്ക് അലമാരയിലും സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ അലമാരയിൽ കുറച്ച് കോയിൻസ് ഒരു ചെറിയ മൺകുടത്തിൽ എടുത്ത് വെച്ചിട്ട് അതിന് പുറത്ത് കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ട് അലമാരയിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ അലമാരയിൽ വെക്കുന്ന ആ പണം വീണ്ടും മണിയെ അട്രാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ അലമാര തുറക്കുമ്പോൾ നല്ലൊരു സുഗന്ധവുമായിരിക്കും. പച്ചക്കർപ്പൂരം കൊണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിൽ സ്വസ്തിക്ക് വരയ്ക്കുമ്പോൾ അതിലും ചേർക്കാവുന്നതാണ്. നമ്മുടെ വീടിന്റെ പടിവാതിലിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടുമ്പോൾ അതിലും കുറച്ച് പച്ചക്കർപ്പൂരം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പച്ചക്കർപ്പൂരം ചേർക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ആ ഒരു പച്ചക്കർപ്പൂരത്തിന്റെ സുഗന്ധമുണ്ടായിരിക്കും. അപ്പോൾ മറ്റു ദുർഗന്ധങ്ങളൊന്നുമില്ലാതെ ഏതൊരു വീട്ടിലാണോ എപ്പോഴും സുഗന്ധമുണ്ടായിരിക്കുന്നത്, ആ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും, ലക്ഷ്മി കടാക്ഷവും ഉണ്ടായിരിക്കും. പച്ചക്കർപ്പൂരം ഞാനിവിടെ കാണിച്ചതുപോലെ വലിയ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടും, പിന്നെ ചെറുതായും കിട്ടും, പൊടിച്ചതും കിട്ടും. അടുത്തതായിട്ട് ഞാൻ കാണിച്ചത് ചന്ദനത്തിന്റെ പൗഡറാണ്. ഇത് പ്യുവർ ഒന്നുമല്ല, എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. എപ്പോഴും നമുക്ക് ചന്ദനം അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ചന്ദന പൗഡർ കുറച്ച് റോസ് വാട്ടർ ഒക്കെ ഒഴിച്ച് നമുക്ക് തൊടാം. മൂന്നാമതായി കാണിക്കുന്നത് ജവ്വാദ് പൗഡറാണ്. ജവ്വാദ് നമുക്ക് പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിലും ലഭിക്കും. ഇതും മിക്ക അങ്ങാടി കടകളിലും അതുപോലെ തന്നെ പൂജാ സ്റ്റോറിൽ എല്ലാം തന്നെ ലഭിക്കും. ഇത് കൂടാതെ ആമസോണിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ആമസോണിൽ വില അല്പം കൂടുതലാണെന്ന് മാത്രം. ജവ്വാദും നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. വളരെയധികം സുഗന്ധമുള്ള ഒരു വസ്തുവാണ് ജവ്വാദ് എന്ന് പറയുന്നത്. ജവ്വാദിന് വളരെയധികം വശീകരണ ശക്തിയും ഉണ്ട് എന്നാണ്. പല മാന്ത്രിക താന്ത്രിക കാര്യങ്ങളിലൊക്കെ തന്നെ ജവ്വാദ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇവിടെ സാത്വികമായ പൂജയിൽ
നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ജവ്വാദ് ഉപയോഗിക്കുന്നത്. എവിടെയൊക്കെ നമുക്ക് ജവ്വാദ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ ഫോട്ടോസിന്, വിഗ്രഹങ്ങൾക്കൊക്കെ തന്നെ ചന്ദനം, മഞ്ഞള്, കുങ്കുമം ഒക്കെ കൊണ്ട് പൊട്ട് തൊടാറുണ്ടല്ലോ. അപ്പോൾ ആ മഞ്ഞളിന്റെ കൂടെയോ അല്ലെങ്കിൽ ആ ചന്ദനത്തിന്റെ കൂടെയോ കുറച്ച് ജവ്വാദ് പൊടി കൂടി മിക്സ് ചെയ്തിട്ട് പൊട്ട് തൊടുകയാണെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ഏത് സമയത്തും നല്ല ഒരു സുഗന്ധമായിരിക്കും. പച്ചക്കർപ്പൂരവും കുറച്ച് പൊടിച്ചു ചേർക്കാറുണ്ട് ഇങ്ങനെ ദൈവത്തിന് പൊട്ടു തൊടുമ്പോൾ. അപ്പോൾ പച്ചക്കർപ്പൂരവും ജവ്വാദും എല്ലാം ചേർന്ന് വളരെ നല്ല ഒരു മണമായിരിക്കും. പിന്നെ നമുക്ക് വിഗ്രഹങ്ങൾക്ക് അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ ആ അഭിഷേക ജലത്തിൽ കുറച്ച് പച്ചക്കർപ്പൂരവും ജവ്വാദ് പൊടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വീടിന് മുന്നിൽ സ്വസ്തിക്ക്, അവിടെയും ജവ്വാദ് പൊടി ചേർക്കണം. വീടിന്റെ ഫ്രണ്ട് ഡോറ് നമ്മൾ ചന്ദനം കൊണ്ടൊക്കെ പൊട്ടു തൊടുമ്പോൾ അതിലും ജവ്വാദ് പൊടി ചേർക്കണം. അപ്പോൾ ഇവിടെയൊക്കെ എന്തിനാണ് നമ്മൾ ജവ്വാദ് പൊടി കൂടി ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടായിരിക്കുന്നതിനാണ്. സുഗന്ധമുള്ളിടത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് ഓറയായിരിക്കും. അതേസമയം ഒരു ദുർഗന്ധമുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ നെഗറ്റിവിറ്റി ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ വസ്തുക്കളൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ജവ്വാദ് പല സൈസുകളിൽ പല ബ്രാൻഡുകളുടെ കിട്ടാറുണ്ട്. കുപ്പിയിൽ കിട്ടും, ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ കവറിൽ കിട്ടും. ഞാൻ ബ്രാൻഡുകൾ മാറി മാറി വാങ്ങി നോക്കാറുണ്ട്. ചില ജവ്വാദിന് വളരെയധികം സ്മെല്ലായിരിക്കും, ചിലതിന് സ്ട്രോങ് ആയിരിക്കും അതിന്റെ ആ ഒരു മണം, ചിലതിന് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും. അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് അത്തറാണ്. അത്തർ നമുക്ക് ജാസ്മിൻ, സാൻഡൽ, അങ്ങനെ പല ഫ്ലേവേഴ്സിൽ, റോസ് ഫ്ലേവർ, അങ്ങനെ പല ഫ്ലേവേഴ്സിൽ അത്തർ കിട്ടും. അത്തറും നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ, അഭിഷേകം ചെയ്യുമ്പോൾ ആ ജലത്തിൽ കുറച്ച് അത്തർ ഒഴിക്കാവുന്നതാണ്. ഒരു 2-3 തുള്ളി മതി. പിന്നെ നമുക്ക് നമ്മുടെ പൂജാ സ്ലാബ് തുടയ്ക്കുന്ന ആ വെള്ളത്തിൽ അത്തർ, ജവ്വാദ് പൊടി, പച്ചക്കർപ്പൂരം ഇതൊക്കെ തന്നെ ഇട്ട് പൂജാ സ്ലാബ് തുടയ്ക്കാവുന്നതാണ്. വളരെയധികം ദൈവികമായ ഒരു മണമായിരിക്കും നമ്മുടെ പൂജാമുറിക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പച്ചക്കർപ്പൂരം ഒന്നും തന്നെ നമ്മൾ നടക്കുന്ന നിലം തുടയ്ക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അപ്പോൾ നമ്മൾ അതിന് പുറത്തുകൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് അരഗജയാണ്. അരഗജ ഇത് നമുക്ക് ആമസോണിൽ കിട്ടും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആമസോണിൽ അവൈലബിൾ ആണ്. കേരളത്തിലെ പൂജാ സ്റ്റോറുകളിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. മറ്റ് സ്റ്റേറ്റുകളിലെ എല്ലാ പൂജാ സ്റ്റോറുകളിലും കിട്ടുന്ന വസ്തുക്കളാണ് ഇവയൊക്കെ തന്നെ. അരഗജ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ണിലിടുന്ന കൺമഷി പോലെയാണ് അരഗജ ഇരിക്കുന്നത്. ഇത് നമ്മുടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അരഗജ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുലദൈവത്തെ സങ്കല്പിച്ച് നമ്മൾ ഒരു കുടം വെക്കുന്നുണ്ടെങ്കിൽ ആ കുടത്തിന് അരഗജ കൊണ്ട് പൊട്ടു തൊടാവുന്നതാണ്. അതുപോലെ തന്നെ കുലദൈവ പൂജ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ചന്ദനവും മഞ്ഞളും കുങ്കുമവും ഒക്കെ കൊണ്ട് പൊട്ടു തൊടുന്നതിന് മുൻപ് ആദ്യം അരഗജ കൊണ്ട് പൊട്ടു തൊട്ടതിന് ശേഷം വേണം മറ്റു പൊട്ടുകളൊക്കെ തന്നെ തൊടേണ്ടത്. പൂജാമുറിയും വീടും ഒക്കെ എപ്പോഴും നല്ല സുഗന്ധമായി ഇരിക്കുന്നതിന് വേണ്ടി ഉള്ള വസ്തുക്കളാണ് പച്ചക്കർപ്പൂരം, ജവ്വാദ്, അത്തറ്. ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് വഴി എപ്പോഴും നമ്മുടെ വീട്ടിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും, നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ലക്ഷ്മി കടാക്ഷം, മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ എപ്പോഴും വസിക്കും എന്നുമാണ്. അടുത്തതായിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ദശാംഗം. ദശാംഗം പൊടിയായിട്ടാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കോൺ രൂപത്തിലും ദശാംഗം ലഭിക്കുന്നുണ്ട്. പക്ഷേ പൊടിയുടെ അത്രയും തന്നെ ഒരു നല്ല സുഗന്ധം ആ ഒരു ഇതിനില്ല. അത് കുറച്ച് ആർട്ടിഫിഷ്യൽ സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ദശാംഗം പൊടിയിൽ 10 തരത്തിലുള്ള മൂലിക വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ്, അതായത് ഔഷധ ഗുണമുള്ള 10 വേരുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചന്ദനം ഉൾപ്പെടെയുള്ള 10 ദേവദാരു മരത്തിന്റെ ആ ഒരു പൊടി ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ദശാംഗം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. പല ബ്രാൻഡിലും ദശാംഗം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കടയിൽ പോകുമ്പോൾ 2-3 ബ്രാൻഡുകളിൽ ദശാംഗം കിട്ടും എന്നുണ്ടെങ്കിൽ മാറി മാറി വാങ്ങിക്കുക. കാരണം ഓരോ ബ്രാൻഡുകാരുടെയും ആ ഒരു സ്മെല്ല് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മാറി മാറി ആ ഒരു ദശാംഗം പൗഡറിന് നല്ലൊരു സുഗന്ധം നമ്മുടെ വീട്ടിൽ കത്തിച്ചു വെക്കുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ദശാംഗം പൗഡറിന്റെ കവറിനുള്ളിൽ
ഇതുപോലെയുള്ള കോൺസ് കാണും. ഈ കോണിനുള്ളിലാണ് നമ്മൾ ഈ പൊടി ആക്കിയിട്ട് കമത്തി വെച്ച് എന്നിട്ട് നമ്മൾ അത് കത്തിച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ അത് കത്തിത്തീരും. പക്ഷെ നല്ല ഒരു സുഗന്ധം എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും. നമുക്ക് രാവിലെയും വിളക്ക് കൊളുത്തി പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ ഇതൊരെണ്ണം കൊളുത്തി വെക്കാം. സന്ധ്യയ്ക്കും ഇതൊരെണ്ണം കൊളുത്തി വെക്കാവുന്നതാണ്. ദശാംഗത്തിന്റെ ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ആ ഒരു എയറിനെ ഇത് പ്യൂരിഫൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എയർ പ്യൂരിഫൈ ആകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടും ഒക്കെ തന്നെ ഒരു നല്ല സുഗന്ധമാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനും ഒരു റിലാക്സേഷൻ ഒക്കെ തന്നെ കിട്ടും. പച്ചക്കർപ്പൂരത്തിന്റെ സുഗന്ധം നമ്മുടെ മൂക്കിലടിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ലഭിക്കുന്നത് പോലെ തന്നെയാണ് ദശാംഗം കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് ആര് വന്നാലും ആ നല്ല മണമാണല്ലോ എന്ന് പറയും. ദശാംഗം വിലയും വളരെ കുറവാണ്. 100 ഗ്രാമിന് 40-50 രൂപയ്ക്കുള്ളിൽ ദശാംഗം കിട്ടും. പല ബ്രാൻഡുകാരും ദശാംഗം ഇറക്കുന്നുണ്ട്. 5 രൂപയുടെ ഒക്കെ വ്യത്യാസം കാണാറുണ്ട്. ചിലതിന് 35 രൂപയാണെങ്കിൽ ചിലതിന് 40 ആയിരിക്കും. മറ്റു ചിലതിന് 100 ഗ്രാമിന്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ് ദശാംഗം നമുക്ക് വീട്ടിൽ കത്തിക്കുന്നത് എന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ ആ കോണിൽ ദശാംഗപ്പൊടി നല്ലതുപോലെ അമുക്കി വെക്കുക. എന്നിട്ട് അതിൽ അവരൊരു സ്റ്റാൻഡ് കൂടി നമുക്ക് തരും. പക്ഷെ ആ സ്റ്റാൻഡ് ഒരു 2 പ്രാവശ്യം നമ്മൾ ഇത് കത്തിച്ചു കഴിയുമ്പോഴത്തേക്കും കറുത്ത് കരിക്കട്ടയാകും. പിന്നെ അതെടുത്ത് കളയാം. ഞാൻ സാധാരണയായിട്ട് പഴയ ഒരു മൺചിരാതെടുത്തിട്ട് അതിലാണ് കത്തിച്ചു വെക്കാറുള്ളത്. ഇങ്ങനെ കമത്തി കൊടുത്താൽ മതി. ആ കോൺ അതുപോലെ തന്നെ നമുക്ക് വരും. എന്നിട്ട് ഒരു തീപ്പെട്ടി ഉരച്ച് കത്തിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കത്തി കഴിയുമ്പോൾ അതങ്ങ് അണച്ചു വിടണം. അതിന്റെ പുക നമ്മുടെ വീട്ടിൽ മുഴുവൻ നല്ല ഒരു സുഗന്ധം പരത്തും. ഇപ്പൊ എന്റെ കയ്യിൽ ഒരുപാട് കോൺസ് ഉണ്ട്. കാരണം ഓരോ കവറിനോടൊപ്പവും ഓരോ കോൺ കിട്ടാറുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ മറ്റൊരു വീഡിയോയിൽ പറയാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.